മന്ത്രി വി ശിവൻകുട്ടി, മന്ത്രി കെ എൻ ബാലഗോപാലൊക്കെ ഇപ്പോൾ കലോത്സവ വേദിയിൽ ഊട്ടുപുരയിലേക്ക് എത്തിയിട്ടുണ്ട്. കുട്ടികൾക്കൊപ്പം ഭക്ഷണം കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. അവിടെ പഴയിടത്തിൻ്റെ പാചകപ്പുര വളരെ സജീവമായി ഉയർന്നു. അവിടെ സദ്യയാണ്, പലതരം പായസങ്ങളൊക്കെ ഉണ്ട്. ഷഫീദ് റാവുത്തർ ചെയ്യുന്നു. ഷഫീദ്, എന്തൊക്കെയാണ് ഇന്നത്തെ കറികൾ? ഷഫീദ് കേട്ടോ? ഹഷ്മി കേൾക്കുന്നുണ്ട്. ഹഷ്മി, ഉച്ച സമയമാണ്, വയറൊക്കെ പൊരിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഴയിടത്തിന്റെ സദ്യയാണ് ഇത്തവണയും സ്കൂൾ കലോത്സവത്തിനുള്ളത്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക കാഴ്ചയുണ്ട്. അത് മന്ത്രിമാരായിട്ടുള്ള കെ എൻ ബാലഗോപാൽ, അതേപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എന്നിവർ ഭക്ഷണം കഴിക്കുകയാണ്. ഈ കുട്ടികളുടെ അതേ പന്തലിൽ, നമ്മൾ നേരത്തെ തന്നെ പലതവണ പറഞ്ഞതാണ്, ഈ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം ഒരുക്കിയിട്ടുള്ള പന്തലിലാണ് മന്ത്രിമാർ ഭക്ഷണം കഴിക്കുന്നത്. നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. 2 മന്ത്രിമാരുണ്ട്. മാത്രമല്ല മറ്റ് കൊല്ലത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ കൂടി എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ഭക്ഷണത്തെക്കുറിച്ചിട്ടുള്ള ഒരു പ്രതികരണം അത് വിദ്യാഭ്യാസ മന്ത്രിയോട് തന്നെ ചോദിക്കാം. മിനിസ്റ്റർ, എങ്ങനെയുണ്ട് ഭക്ഷണം? എങ്ങനെയുണ്ട്? നല്ല ഭക്ഷണം. വളരെ നന്നായി തന്നെ പാചകം ചെയ്തിട്ടുണ്ട്. നല്ല രുചിയുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. പഴയിടം നമ്പൂതിരിയുടെ വന്നിട്ടുണ്ട് മന്ത്രിയുടെ അടുത്തേക്ക്. ഏതായാലും മന്ത്രി, ഒരു കാര്യം, നമ്മൾ ഈ ഒരു പഴയിടം സ്പെഷ്യൽ പായസമാണ്. അത് ഇക്കുറി നമ്മൾ കഴിഞ്ഞ തവണ ചോദിച്ചപ്പോൾ അതൊക്കെ വരും എന്നാണ് പറഞ്ഞത്. 2 പായസം ഉണ്ടല്ലോ. പാലടയാണ്. 5 ദിവസം പായസം. പാലട പായസം 5 ദിവസം പായസം ഉണ്ട്. എല്ലാം നല്ല കറികളാണ്. അതിനേക്ക് അച്ചാറ്, അവിയല്, തോരനുണ്ട്, തീയലുണ്ട്, അച്ചാറ്, സാമ്പാർ, പരിപ്പ്. ഇതിനപ്പുറം നമ്മുടെ ഓണത്തിനുണ്ടാവും. ഓണത്തിന് സമാനമായ സദ്യ. സമാനമായ സദ്യയാണ്. ഭക്ഷണ കമ്മിറ്റി വളരെ നന്നായി തന്നെ അതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ട്. ഇപ്പം 11:30 മണിക്ക് ആരംഭിച്ചു. ഇപ്പൊ തന്നെ 5000 പേർ ഭക്ഷണം കഴിച്ച് കാണും. ഒരു 1000-ഓളം പറഞ്ഞ പാഴ്സൽ കൊടുത്തുവിട്ട് കാണും. വളരെ ക്യൂ ഇല്ല. എന്നാലും അവിടെ വരുന്നവർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കൾച്ചറൽ പ്രോഗ്രാം ഉണ്ട്. വന്നു കഴിഞ്ഞാൽ ഇവിടെ സീറ്റ് കിട്ടില്ല, ഇരുന്ന് സമയങ്ങളെ അങ്ങോട്ടേക്ക് കൊടുത്തുവിടും. അല്ല, കൾച്ചറൽ പ്രോഗ്രാം സ്ഥലത്ത് കുറച്ച് അരമണിക്കൂർ ഇരുന്ന് പാട്ട് കേട്ടിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. മന്ത്രി, ഒരു കാര്യം കൂടെ, ഈ പായസം ഒന്ന് രുചിച്ചു നോക്കുമോ? പായസം വരട്ടെ, ഇത് ചോറൊന്ന് കഴിഞ്ഞോട്ടെ. മന്ത്രി കെ എൻ ബാലഗോപാലോട് നമ്മളൊപ്പം ചേരുകയാണ്. മിനിസ്റ്റർ, ഈ കൊല്ലത്തെ ഒരു പഴയിടം രുചി, കൊല്ലത്തെ പഴയിടം രുചി എന്ന് പറയാം, എങ്ങനെയുണ്ട് സംഭവം? വളരെ നല്ലതാണ്. ഊണ് കഴിച്ചില്ലല്ലേ? കഴിച്ചില്ല. ഇത് കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ. വളരെ നല്ല ഊണാണ്. രാവിലത്തെ കാപ്പിയും ഊണും എല്ലാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. ചൂടോട് കൂടി കഴിക്കും. വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഒരു ഓണത്തിനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടെന്നാണ്. എല്ലാം ഉണ്ട്. വീണ്ടും നിങ്ങൾ മാറിയാലേ ഇനി കൂട്ടം വല്ലതും കിട്ടും. സമാധാനത്തിൽ കഴിച്ചോ? കുഴപ്പമില്ല, സമാധാനത്തിൽ കഴിച്ചോ. പ്രധാന അതിഥി കൂടി ഇവിടെ ഉണ്ട്. അത് ഒരു രുചിയുടെ മറ്റൊരു കാഴ്ചയാണ്. അത് നമ്മുടെ ഷെഫ് പിള്ളയാണ്. ഹഷ്മി, ഒരു കാര്യം കൂടി, അതായത് നമ്മുടെ ഷെഫ് പിള്ള കൂടി ഇതിൽ ചേരുന്നുണ്ട്. അതായത് പഴയിടം രുചി കഴിക്കാൻ എത്തിയതാണോ? തീർച്ചയായിട്ടും അതെ. ഞാൻ അദ്ദേഹത്തെ ഇപ്പൊ കണ്ടിട്ട് വന്നതാണ്, അങ്ങനെ കഴിക്കുകയാണ്. നമ്മൾ ഈ നിർമ്മാണം അടക്കം പലതും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊരു വെജിറ്റേറിയൻ സദ്യ, എങ്ങനെയുണ്ട് സംഭവം? അസാധ്യമായ സംഭവമാണ്. ഗംഭീരം. തീർച്ചയായിട്ടും വന്ന് കഴിക്കേണ്ട. ഇതൊരു പ്രത്യേകമാണല്ലോ. 1,10,000 പേർക്ക് ഒരുമിച്ച് ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണം നമ്മൾ കഴിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു പ്രത്യേക ഒരു അനുഭവമാണ്. അപ്പോൾ ഇതിലെ സാമ്പാർ പോലും ഞാൻ ആ കലവറയിൽ പോയി കണ്ടു. അപ്പോൾ ഇതിങ്ങനെ ഒരു ഫാക്ടറി പോലെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് കഴിക്കുന്ന ആ ഒരു ഭക്ഷണം ഇപ്പോൾ 100 പേർക്കും 1000 പേർക്കും ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും വ്യത്യാസമായിട്ടാണ് ഇത്രയും കഷ്ണങ്ങളൊക്കെ ഒരുമിച്ചിട്ടുണ്ടാക്കുക. ഷെഫുള്ള വീട്ടിൽ വരുമ്പോഴത്തേന് കായൽ മീൻ, കടൽ മീൻ, അത് ഗംഭീരമാണ് ആ സാധനം. പക്ഷേ ഇവിടെ ഈ വെജിറ്റേറിയൻ സദ്യ കഴിക്കുന്നു. അതിന്റെ പ്രിപ്പറേഷനൊക്കെ കണ്ടിരുന്നു? കണ്ടിരുന്നു. അദ്ദേഹത്തെ പോയി കണ്ടു. എല്ലാം നല്ല ഒരു രീതിയിലാണ് കഴിച്ചോളൂ. നമ്മൾ കഴിക്കുന്നതിനിടെ ശല്യപ്പെടുത്തുന്നില്ല. ഷെഫ് പിള്ളയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ലക്ഷ്മി, അങ്ങനെ വലിയ തിരക്കുണ്ട്. അതിനുമപ്പുറത്തേക്ക് ആ രുചിയുടെ ഒരു വലിയ പെരുമയുണ്ട്. പഴയിടം രുചി, അത് രുചിക്കുകയാണ് മന്ത്രിമാരും അതേപോലെ തന്നെ വിശിഷ്ടാതിഥികളും. ലക്ഷ്മി, അപ്പോൾ ഷഫീദ് റാവുത്തറാണ് ഊട്ടുപുരയിൽ നിന്ന് അതിന് വിവരങ്ങൾ നൽകിയത്. നല്ല ഭക്ഷണം ഒക്കെ, ആദ്യം നല്ല ഭക്ഷണമാണ്, നല്ല സദ്യയാണ്, നല്ല പായസമൊക്കെ ഉണ്ട്. ഓരോ ദിവസം ഓരോ തരം പായസമാണ്. അപ്പോൾ കുട്ടികൾ വേറെ ഭക്ഷണം കഴിക്കട്ടെ.